വെൽക്കം ടു മലൂക്യൂളർ. ബാഴ്സ വേഴ്സസ് ഇന്റർ മാച്ചിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. 3-3 ഡ്രോയിലാണ് അവസാനിച്ചിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതായിരുന്നു ബാഴ്സക്ക് വേണ്ട റിസൾട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. നമുക്കൊരു 1 ഗോൾ ഓർ 2 ഗോൾ മാർജിനിലുള്ള ഒരു വിക്ടറിയാണ് വേണ്ടിയിരുന്നത്. പക്ഷെ അത് കിട്ടിയില്ല. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സംഗതികളൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് നമ്മൾ കോപ്പ ഡെൽ റേയിൽ 120 മിനിറ്റ് കളിച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അതിൻ്റെതായിട്ടുള്ള ഫെറ്റീഗ് കാണും എന്നൊക്കെയുള്ള കാര്യം 100% ഷുവറാണ്. അതൊക്കെ ഇന്നത്തെ മാച്ചിലും പല സമയത്തും വിസിബിളും ആയിരുന്നു. പക്ഷെ നമ്മളത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഒരു നോക്കൗട്ട് മാച്ചിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെയും ജയിക്കുക എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ബാഴ്സന്റെ ലെവലിൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ബാൾഡെ ഇല്ല. ബാൾഡെ ഫിറ്റ് ആയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ബാൾഡെനെ ഇറക്കിയിട്ട് ഒരു റിസ്ക് എടുക്കാൻ ടീമിന് വയ്യ. പിന്നെ ലെവൻഡോസ്കി ഇല്ല എന്നുള്ളത് നമുക്കറിയാം. ഈ മാച്ചിലേക്ക് വരുന്ന സമയത്ത് കൂണ്ടയ്ക്ക് ഇഞ്ചുറി പറ്റുകയും ചെയ്തു. ആൾ മാച്ച് കളിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ ഇഞ്ചുറി പറ്റി പുറത്തുപോയി. പിന്നീട് അവിടെ റിക്ക് വരികയാണ് ഉണ്ടായത്. അപ്പം ഈ ബാൾഡനെയും ലെവൻഡോസ്കിനെയും ഇന്ന് നമ്മൾ കാര്യമായിട്ട് മിസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ജെറാർഡ് മാർട്ടിൻ എന്താണ് ഡമ്മി നിർത്തിയതാണോ അതുപോലെ പ്രതിമ വെച്ചതാണോ? അവിടെ ഒരു കാര്യമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വട്ടപ്പൂച്ചി പറയുന്ന സങ്കടമുണ്ട്. ആൾക്ക് ഫസ്റ്റ് ടീമിൽ കളിക്കാനുള്ള ക്വാളിറ്റി ഒന്നും ഇല്ല. ആള് നമ്മളെ മറ്റേ അത്ലറ്റിക്കിലോ അവിടെ ഇവിടെ ഒക്കെ കളിക്കേണ്ട ആളാണ്. എന്തായാലും ബാഴ്സന്റെ സ്റ്റാർട്ടർ ആവാനുള്ള ക്വാളിറ്റി ഇല്ലേ ഇല്ല ജെറാർഡ് മാർട്ടിനെ സംബന്ധിച്ചിടത്തോളം. ആളെ എന്തിന് നമ്മൾ ഈ ഒരു സീസണിലൊക്കെ നിലനിർത്തി എന്നുള്ളത് വലിയ ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഹെക്ടർ ഫോർട്ടിന് പ്രയോറിറ്റി കൊടുക്കണമായിരുന്നാണ് പേഴ്സണലി എനിക്ക് ഇപ്പോഴും തോന്നുന്നത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, അപ്പോൾ അത് അങ്ങനെയൊക്കെ തന്നെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ബാക്കിയൊക്കെ നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഓൾമോസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പുറത്ത് നമ്മൾ മറ്റൊരു 11 നോക്കുകയാണെങ്കിൽ, അതായത് ഇന്ററിന്റെ 11 നോക്കുകയാണെങ്കിൽ ഡംഫ്രീസ് അവിടെ ഫിറ്റായിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. പിന്നെ ഡിമാർക്കും ഉണ്ട്. ഡിഫൻസ് എന്ന് പറയുന്നത് ബാസ്റ്റോണും ബിസക്കും അതുപോലെ തന്നെ അസർബിയാണ്. സ്ട്രോങ് ഡിഫൻസ് ആണ്. മിഡിലേക്ക് വരുന്ന സമയത്ത് മക്കിത്രാൻ, ബരല്ല, ചലനാലു, പിന്നെ മാർക്കസ് തുറാമ ഫിറ്റായിട്ട് തിരിച്ചെത്തി. ആൻഡ് അവിടെ ലൗട്ടറോ മാർട്ടിനസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ലൗട്ടറോ മാർട്ടിനസ് ഇഞ്ചുറി പറ്റുന്നുണ്ട്. അത് അദ്ദേഹം ഹാഫ് ടൈമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുക ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ മാച്ചിലേക്ക് അങ്ങോട്ട് വരികയാണെങ്കിൽ ഫസ്റ്റത്തെ 22 മിനിറ്റ് ഇതെന്ന് പറഞ്ഞാൽ പ്രോപ്പർ പീക്ക് ഇൻസാഗി ബോളായിരുന്നു. ബാഴ്സന്റെ ഹോമിലാണെങ്കിൽ പോലും ഇവരിങ്ങനെ ബോൾ എടുത്ത് ഗ്ലൈഡ് ചെയ്ത് ബാഴ്സന്റെ പ്രസ്സിനെ ബീറ്റ് ചെയ്ത് തകർത്താടുമായിരുന്നു. അതായത് ഇന്റർ രണ്ടാമത്തെ ഗോൾ അടിക്കുന്നവരെ അതുവരെ ഇന്ററിന്റെ ആട്ടമായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ബോളും കിട്ടുന്നില്ല, അവർ ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നു, അവർ ഷോട്ട് അടിക്കുന്നു, എല്ലാം അവർ തന്നെ ചെയ്യുന്നു. ബാഴ്സന്റെ ഡിഫൻസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണിത്, വാതിലെന്തോ തുറന്നിട്ട പോലെ അങ്ങനെ ആയിരുന്നു. അതിൽ തന്നെ ഫസ്റ്റ് ഗോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് മാർക്കസ് തുറാമിന്റെ സൈഡിൽ നിന്ന് വരുന്ന ഗോള്, അത് പ്രോപ്പർ എക്സിക്യൂഷൻ ആയിരുന്നു, പ്രോപ്പർ ഇൻസാഗി ബോൾ ആയിരുന്നു. അത് 30 സെക്കൻഡിനുള്ളിൽ അവർ അവസാനത്തെ 3 കളി ഗോൾ അടിച്ചിട്ടില്ല. ഈ മാച്ചിലേക്ക് വരുന്ന സമയത്ത് 30 സെക്കൻഡിനുള്ളിൽ അവർ ഗോൾ അടിച്ചു. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഡംഫ്രീസിന്റെ ഗോൾ വരുന്നുണ്ട്. അത് നമ്മളെ സെറ്റ് പീസ് ഡിഫെൻഡിങ് എത്രത്തോളം മോശമാണെന്ന് ചൂണ്ടിക്കാണിച്ച ഗോളാണ്. സെറ്റ് പീസ് എന്നാണ് ആ ഒരു ഗോൾ അവിടെ വരുന്നത്. അപ്പം അത് തന്നെയാണ് പ്രധാനമായിട്ട് നമുക്ക് ഫസ്റ്റ് ഹാഫിൽ കിട്ടിയ 2 അടി എന്ന് പറയുന്നത്. അപ്പൊ അത് തന്നെ ഡംഫ്രീസിന്റെ ഗോളിൽ എന്താ പറയുക, അത് ഇനീഗോ എങ്ങനെയെങ്കിലും കുറെ കൂടെ അവെയർ ആയിട്ട് ആ ഗോൾ തടയണമായിരുന്നു. അത് പറഞ്ഞത് ശരിയാണ്. ഞാൻ ഇപ്പം ട്വിറ്ററിലൊക്കെ ചിലർ പറയുന്ന കണ്ടു, ആ ഇനീഗോ വരുത്തിയ മിസ്റ്റേക്ക് അറോഹോ വരുത്തിയിരുന്നെങ്കിൽ നമ്മളെല്ലാരും കൂടി അറോഹോന്റെ നെഞ്ഞത്ത് തലക്ക് തോക്ക് വെച്ചേനാണ്. സത്യമാണ്. അപ്പം അവിടെ ഇനീഗോ ആ മിസ്റ്റേക്ക് വരുത്താൻ വേണ്ടി പാടില്ലായിരുന്നു. കൂടുതൽ അവെയർ ആവണമായിരുന്നു. അവെയർ ആയിരുന്നെങ്കിൽ മാർക്കസ് തുറാമിന്റെ സൈഡിൽ നിന്നുള്ള ആ ഒരു ബാക്ക് ഹിൽ ഗോൾ നമുക്ക് തടയായിരുന്നു. പേഴ്സണലി എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്. അത് തടയാൻ പറ്റാത്ത ബോളൊന്നുമല്ല. പിന്നെ നമ്മൾ ഇന്ററിന്റെ സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും മൊത്തം അവർക്ക് വേണ്ടി നിറഞ്ഞാടി കളിച്ചിട്ടുള്ള പ്ലെയറാണ്. നമുക്ക് എപ്പോഴും ത്രെറ്റ് തന്നിട്ടുള്ള പ്ലെയറാണ് നമ്മുടെ ഡംഫ്രീസ് എന്ന് പറയുന്നത്. കിഡിലൻ കളിയായിരുന്നു. ആള് അടിക്കുന്ന സെക്കൻഡ് ഗോൾ ഒരു എന്താ പറയുക അക്രോബാറ്റിക് കിക്കൊക്കെയാണ്. അത് അടിപൊളി ഗോളായിരുന്നു. നമ്മളെ സെറ്റ് പീസിലെ പോരായ്മ ഏറ്റവും നന്നായിട്ട് മുതലെടുത്ത ആളെന്ന് പറയുന്നത് ഡംഫ്രീസ് ആണ്. പിന്നെ ഫസ്റ്റ് ഹാഫിൽ തന്നെ യമാലിന്റെ ഗോളും കിഡിലൻ ഗോളായിരുന്നു. ആൾ മെക്കത്രേനൊക്കെ ടേക്ക് ഓൺ ചെയ്ത് പോയി ബോക്സിൽ കയറി ഒരു കേർവിങ് സാധനം അടിച്ച് കയറ്റി ബാസ്റ്റോനെയൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുന്നു. അതാണ് യമാൽ അത് വെല്ലായിട്ട് എക്സിക്യൂട്ട് ചെയ്തു. പിന്നീട് പെഡ്രി കൊടുത്ത ബോൾ റഫീഞ്ഞ ഹെഡ് ചെയ്ത് ഫെറാന് കൊടുത്ത് ഫെറാൻ സ്കോർ ചെയ്ത് നമ്മൾ 2-2 എത്തിച്ചു. എന്താ പറയുക, ഫുള്ള് ഒരു അഡ്രിനാലിൻ വൈബായിരുന്നു. 2 ഗോൾ നമ്മൾ പിന്നെ പോയി ഇത്രയും ടോപ്പ് ടീമിനെതിരെ, പക്ഷെ നമ്മൾ 2 ഗോൾ അടിച്ച് തിരിച്ചു വന്നു. സോ ഫ്ലിക്കിന്റെ ടീമിന് എപ്പോഴും ഒരു കംബാക്ക് കൊണ്ടുവരാൻ കഴിയുന്നുള്ളതിന്റെ അനദർ എക്സാമ്പിൾ ആണ് ഈ ഒരു മാച്ചിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് പോകുന്ന സമയത്ത് എഗെയിൻ ഡംഫ്രീസ് സ്ട്രൈക്ക് ചെയ്യാണ്. എഗെയിൻ അവസരം ഒരുക്കി കൊടുക്കുന്നത് ആരാണ്? നമ്മുടെ ഡിഫൻസ് ആണ്, നമ്മുടെ സെറ്റ് പീസ് ഡിഫെൻഡിങ് ആണ്.
ഭയങ്കര മോശം സെറ്റ് പീസ് ഡിഫെൻഡിങ്. ഇത്രയും വെൽ ബിൽഡ് ആയിട്ടുള്ള ഡംഫ്രീസിനെ മാർക്ക് ചെയ്യുന്നത് ഡാനി ഓൾമോ ആണ്. അപ്പം അതാണ് പ്രശ്നം. ഈസിലി ഡംഫ്രീസ് അവിടെ ആ ഒരു ഡ്യൂല് വിൻ ചെയ്തിട്ട് അത് ഗോളാക്കി മാറ്റുകയാണ്. അങ്ങനെ 3-2 ലീഡ് എടുത്തു. പക്ഷേ അവിടെ റഫീഞ്ഞ ഇക്വലൈസ് ചെയ്തു. റഫീഞ്ഞിന്റെ കിട്ടിലൻ വെടിച്ചില് ഷോട്ടായിരുന്നു, പക്ഷെ അത് സോമറിന്റെ പുറത്ത് തട്ടിയിട്ട് ഓൺ ഗോളായി മാറുകയാണ് ചെയ്തിട്ടുള്ളത്. എനിവേ 3-3 മാച്ച് അവസാനിച്ചത്. അപ്പോൾ ഇതിൽ ബാഴ്സന്റെ സൈഡിൽ നിന്നുള്ള കൺസേൺസ് നമുക്ക് ആദ്യം പരിശോധിക്കുകയാണെങ്കിൽ, ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിഫൻസ് തന്നെയാണ്. മാച്ചിൽ പലപ്പോഴും പല മാച്ചിലും നമ്മൾ ഈ ഫസ്റ്റത്തെ 10-20 മിനിറ്റിൽ ഭയങ്കര ഷെയ്ക്കിയാണ്. സോ സാൻസിറോ പോയിട്ട് ഇതേപോലെ ഷെയ്ക്കി ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അവർ 1-2 ഗോൾ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ തിരിച്ചടിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. ഇന്ന് നമ്മൾ 2 ഗോൾ അടിച്ചു, നമുക്ക് അടുത്ത ദിവസം അടിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. സോ നമ്മുടെ ഡിഫൻസ് കുറെ കൂടി സ്റ്റേബിൾ ആവേണ്ടതായിട്ടുണ്ട്. അത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇതിലിപ്പം ആ ജെറാർഡ് മാർട്ടിനെ വലിച്ച് ലെഫ്റ്റ് ബാക്കിലേക്ക് ഇനീഗോനെ മാറ്റിയിട്ട് സെൻറ്റർ ബാക്ക് ആയിട്ട് അറൗഹോ വന്ന ശേഷമാണ് നമ്മൾ കുറേയൊക്കെ സ്റ്റേബിൾ ആയത് ഡിഫൻസിൽ. അവിടെയാണ് അടുത്ത കൺസേൺ വരുന്നത്. അറൗഹോക്ക് ഒരു ഫിസിക്കാലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഭീകര ഫിസിക്കൽ പ്രസൻസ് ആണ് അറൗഹോ എന്ന് പറയുന്നത്. ഇന്ററിനെ പോലെ ടീമിനെതിരെ കളിക്കുന്ന സമയത്ത് അവരെ മാനേജ് ചെയ്യാൻ വേണ്ട ആ ഒരു കൈൻഡ് ഓഫ് ഫിസിക്കൽ പ്രസൻസും സ്ട്രെങ്ത്തും ഏരിയൽ എബിലിറ്റി ഒന്നും നമ്മുടെ ഡിഫൻസ് ലാക്ക് ചെയ്യുന്നുണ്ട്. അതായത് അറൗഹോ ബാക്കി എല്ലാവരും ലാക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ വിങ് ബാക്സ് ആണെങ്കിലും നമ്മുടെ സെൻറ്റർ ബാക്സ് ആണെങ്കിലും ഇപ്പം ഇനീഗോ ആണെങ്കിലും കുബാർസി ആണെങ്കിലും ഇവരൊക്കെ ഏരിയയിൽ അത്ര സൗണ്ട് അല്ല. ആൻഡ് ഫിസിക്കലി ഈ അറൗഹൊന്നും തരുന്നതൊന്നും ഇവർക്ക് തരാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പം അതൊരു കൺസേൺ ആയിട്ട് നിലനിൽക്കുകയാണ്. ഇന്ററിന്റെ സൈഡിൽ നിന്ന് ഇന്ററിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെവിടെ എപ്പോൾ വരും നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ഇപ്പം ലെഫ്റ്റ് ബാക്ക് നോക്കുകയാണെങ്കിൽ എപ്പോഴും ഡിമാർക്ക് ആയിക്കൊള്ളുന്നില്ല. ചില സമയത്ത് അവിടെ അസർബി വരാം, ചില സമയത്ത് അവിടെ ബാസ്റ്റണി വരാം. റൈറ്റ് ബാക്കിലേക്ക് വരുന്ന സമയത്ത് എപ്പോഴും അവിടെ ഡംഫ്രീസ് തന്നെ വരണം എന്നൊന്നും നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ഏത് പ്ലെയറും വരും. ഭയങ്കര സ്വിച്ചിങ് ആണ് അവർ പൊസിഷൻ അവർ അടിപൊളിയായിട്ട് എപ്പോഴും സ്വിച്ച് ചെയ്ത് കളിക്കുന്ന പ്ലെയേഴ്സാണ്. സോ ഇവരെല്ലാവരും ഭയങ്കര വെൽ ബിൽറ്റും ആണ്. അപ്പം നമ്മുടെ ഡിഫൻസ് എന്നല്ല, നമ്മുടെ മിഡ്ഫീൽഡ് ആണെങ്കിലും അറ്റാക്ക് ആണെങ്കിലൊക്കെ ഇന്ററിനോട് ഫിസിക്കലി മുട്ടാൻ പറ്റുന്ന ഒരു കേപ്പബിലിറ്റി നമുക്കില്ല എന്നുള്ളതാണ്. സെക്കൻഡ് ലെഗിലേക്ക് വരുന്ന സമയത്ത് ഒരു അൾട്ടിമേറ്റ് ഫിസിക്കൽ ഗെയിം ഇന്റർ പുറത്തെടുക്കും എന്നുള്ളത് നമ്മൾ കണ്ടറിയണം. ഈ ഒരു മാച്ചിൽ 10-22 മിനിറ്റ് ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ പല സമയത്തും ഒരു ഫിസിക്കൽ ബാറ്റിലൊക്കെ ഇന്റർ ജയിക്കുന്നുണ്ട്. പക്ഷേ കുറേ മാച്ച് എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിലേക്ക് എത്തുന്ന സമയത്ത് ആ ഒരു ടെക്നിക്കൽ ബാറ്റിലുണ്ടല്ലോ, അത് കംപ്ലീറ്റ്ലി ബാഴ്സ ഡോമിനേറ്റ് ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടിട്ടുള്ളത്. ടോട്ടലി പറഞ്ഞാൽ മാച്ച് നമ്മൾ ഡോമിനേറ്റ് ചെയ്തു. സമനിലയിലാണ് അവസാനിച്ചെങ്കിൽ പോലും മാച്ച് നമ്മൾ ഡോമിനേറ്റ് ചെയ്തു. നമ്മൾ ജയിക്കേണ്ട മാച്ചായിരുന്നു. ജയിക്കേണ്ട ആവശ്യം നമുക്കുണ്ടായിരുന്നു, നമുക്ക് ജയിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. 19 ഷോട്ടും 9 ഷോട്ടും ടാർഗറ്റൊക്കെ അടിച്ചു. അപ്പോൾ നമ്മൾ ഡോമിനേറ്റ് ചെയ്ത ഒരു മാച്ച് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഡോമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ്. പക്ഷേ സെക്കൻഡ് ലെഗ് സാൻസിറോയിലാണ്, എന്ത് നടക്കുന്നു നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ഇനി നമ്മൾ മാച്ചിൽ പിന്നെ കൺസേൺ ആയിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെവൻഡോസ്കിൻ്റെ പ്രസൻസ് ഇല്ലായ്മയാണ്. ഇപ്പോൾ ലാമിൻ യമാലൊക്കെ ഒരുപാട് ക്രോസ് ബോക്സിലേക്ക് ഇടുന്നുണ്ട്, പക്ഷേ ഇത് ആര് കണക്ട് ചെയ്യും? ഫെറാന് എന്താ പറയുക, ലെവൻഡോസ്കിനെ പോലത്തെ ഒരു ഏരിയൽ പ്രസൻസ് അല്ല. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സെറ്റ് പീസ് ഡിഫെൻഡിങ് എത്ര മോശമാണെന്നുള്ളതാണ്. അവിടെ നമ്മൾ മിസ് ചെയ്യുന്ന ലെവൻഡോസ്കിനെ തന്നെയാണ്. ലെവൻഡോസ്കി ആണെങ്കിൽ ആള് സെറ്റ് പീസിൻ്റെ സമയത്തൊക്കെ ഡിഫൻസിലേക്ക് ഇറങ്ങി വന്നിട്ട് ക്ലിയറൻസ് ഒക്കെ നടത്തുന്ന ഒരു മനുഷ്യനായിരുന്നു. അതും ഇന്ന് നമ്മൾ വല്ലാണ്ട് മിസ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ലെഗിലും മിക്കവാറും ലെവൻഡോസ്കി ഉണ്ടാവില്ല. 60% ചാൻസ് വരാനുണ്ടെന്ന് പറയുന്നുണ്ട്. ഇനി ഉണ്ടാവില്ല എന്നുള്ളത് കണ്ടറിയണം. പിന്നെ സെക്കൻഡ് ലെഗിലേക്ക് വരുന്ന സമയത്ത് നമുക്കുള്ള ആശ്വാസം എന്ന് പറയുന്നത് ബാൾഡ് തിരിച്ചെത്തുന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു പ്രശ്നം അവിടെ നേരിടേണ്ടി വന്നിട്ടുള്ളത് കൂണ്ടേൻ്റെ പോക്കാണ്. കൂണ്ട ഇഞ്ചുറി ആയിട്ട് പോയി. പക്ഷെ എറിക്ക് വന്നിട്ട് അവിടെ എറിക്ക് നന്നായിട്ട് പണിയെടുത്തു. കൂണ്ട ഇനി സെക്കൻഡ് ലെഗിനും അതേപോലെ റയലിൻ്റെ മാച്ചിനൊക്കെ ഉണ്ടാവും എന്നുള്ളത് സംശയമാണ്. സോ അടുത്തൊരു അടി നമുക്ക് കിട്ടി. ബാഴ്സനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പോകുന്നത് ഒരു തിൻ ലൈനിലൂടെയാണ്. അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് എപ്പോൾ വേണമെങ്കിലും വീഴാം, അതായത് എപ്പോൾ വേണമെങ്കിലും ഇഞ്ചുറി പറ്റാം. അപ്പം അങ്ങനെ ഒരു ക്രൈസിസ് ഇനി സീസണിൻ്റെ ഈ ലാസ്റ്റ് ലാപ്പിൽ നമുക്ക് വരാതിരിക്കട്ടെ. നമുക്കിപ്പോൾ ചാമ്പ്യൻസ് ലീഗിലാണെങ്കിലും ലാ ലീഗിലാണെങ്കിലും സജീവമായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ വലിയ ഇഞ്ചുറി വരാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇഞ്ചുറി പറ്റിപ്പോയവർ പെട്ടെന്ന് തിരിച്ചു വരട്ടെ. ഓക്കെ, അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ടീമിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് ടോട്ടലി പറയുകയാണെങ്കിൽ ഇപ്പോൾ ടെക്ക് ആ ഒരു ഗോൾ കൺസിഡർ ചെയ്ത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ആളടുത്ത് അത്യാവശ്യം തരക്കേടില്ലാത്ത സേവ്, നല്ല രീതിക്കുള്ള ഔട്ടിങ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. സോ ടെക്ക് തരക്കേടില്ലാതെ കീപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. പിന്നെ അവിടെ കൺസിഡർ ചെയ്ത ഗോൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബ്ലെയിമൊക്കെ പോകേണ്ടത് നമ്മുടെ ഡിഫൻസിലേക്കാണ്. മെയിനായിട്ട് നമ്മൾ ഡിഫൻസിലേക്കാണ്. പിന്നെ ഡിഫൻസിനെ കുറിച്ച് പറയുന്ന സമയത്ത്
നമ്മൾ കുബാർസിൻ്റെ സൈഡിൽ നിന്ന് കുറച്ച് ക്രൂഷ്യലായിട്ടുള്ള ടാക്കിൾസ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് മാർക്കസ് തുറാമിനെതിരെ. അതൊക്കെ മാച്ച് സേവിങ് ടാക്കിൾ തന്നെ നമുക്ക് പറയേണ്ടി വരും. അങ്ങനത്തെ ടാക്കിൾസ് കാണുന്നുണ്ട്. ഇനീഗോ പല സമയത്ത് നിരാശപ്പെടുത്തി. ലെഫ്റ്റ് ബാക്കിലേക്ക് മാറിയപ്പോൾ ആൾ കുഴപ്പമില്ല. പിന്നെ കൂണ്ടെ പരിക്ക് പറ്റിപ്പോയി. എറിക്ക് വന്നപ്പോൾ നന്നായിട്ട് കളിച്ചു. ഗ്രേറ്റ് ക്യാമിയോ ആണ്, ഗ്രേറ്റ് പെർഫോമൻസ് ആണ് അറൗഹോ വന്നതിന് ശേഷം അറൗഹോ പുറത്തെടുത്തിട്ടുള്ളത്. അതാണ് പിന്നെ ഇവിടെ പ്രശ്നമായിട്ട് പറയാനുള്ളത്. ടോട്ടലി നമ്മൾ ഡിഫൻസിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ ഈ ഇങ്ങനെ ഹൈ ആയിട്ട് പോകുന്നതുകൊണ്ട് തന്നെ വൈഡ് ഏരിയാസിൽ ഭയങ്കര സ്പേസ് അവൈലബിൾ ആവുന്നുണ്ട്. എസ്പെഷ്യലി ലെഫ്റ്റിലൊക്കെ അത്രയും സ്പേസ് കൊടുത്തിട്ട് നമ്മൾ പണിഷ് ചെയ്യപ്പെടാതെ പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ ഭാഗ്യമാണ്, വെറും ഭാഗ്യമാണെന്ന് ഞാൻ പറയുള്ളൂ. ഭാഗ്യത്തിന് നമ്മൾ പണിഷ് ചെയ്യപ്പെടാതെ പോയി. പിന്നെ നമ്മൾ മിഡ്ഫീൽഡിലേക്ക് വരുന്ന സമയത്താണ് എടുത്തു പറയേണ്ടത്. ഇപ്പം അവരെ മിഡ്ഫീൽഡ് നോക്കുക. മാക്കിത്രായൻ, നമ്മുടെ ചാലനാലു, ബരല്ല ടെക്നിക്കലി എക്സ്ട്രീംലി സൗണ്ട് ആയിട്ടുള്ള പ്ലേയേഴ്സാണ്. പിന്നെ അവരുടെ വിങ് ബാക്സ് ഒക്കെ മിഡ്ഫീൽഡിലേക്ക് ഇൻവേർട്ട് ചെയ്ത് വരാൻ പറ്റുന്ന പ്ലേയേഴ്സാണ്. ആ മിഡ്ഫീൽഡിനെ നമ്മൾ ഡോമിനേറ്റ് ചെയ്തു. നമ്മുടെ ഫ്രാങ്കി ഡിയോങ്ങും പെഡ്രിയും ഡോമിനേറ്റ് ചെയ്തു എന്നുള്ളതാണ്. അവർ കളി കൺട്രോൾ ചെയ്തു, ബോൾ മുന്നോട്ട് കൊണ്ടുപോയി, അവരുടെ പ്രസ്സിനെ ബീറ്റ് ചെയ്തു, എല്ലാം വളരെ ഭംഗിയായിട്ട് മാനേജ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഇന്ററിൻ്റെ മിഡിനെ നമ്മൾ അങ്ങോട്ട് ഇല്ലാണ്ടാക്കി പല സമയത്തും. ചില സമയത്ത് മാത്രമാണ് അവരുടെ മിഡ് നമ്മുടെ മിഡ് ഔട്ട്സ്മാർട്ട് ചെയ്ത് നിന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ടോട്ടലി കളി മിഡ്ഫീൽഡിൽ നമ്മുടെ കാലിലായിരുന്നു. പിന്നെ എന്താ പറയുക, അത് തന്നെ എടുത്തു പറയുന്നത് ഫ്രാങ്കി രക്ഷയില്ല. അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട സമയത്ത് നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യണം. അഗെയിൻ പെഡ്രി നല്ല പെർഫോമൻസ് ആണ് തന്നിട്ടുള്ളത്. അത് തന്നെ എടുത്തു പറയേണ്ടത് ആ ഒരു സെക്കൻഡ് ഗോളിന്, ബാഴ്സന്റെ സെക്കൻഡ് ഗോളിന് പെഡ്രി വഴി തുറന്ന ആ ഒരു വേ ഉണ്ട്, അതൊക്കെ ശരിക്കും ബ്രില്യൻ്റ് ആയിരുന്നു. പിന്നെ ഈ രണ്ടാളുടെയും എസ്പെഷ്യലി പെഡ്രിൻ്റെ ഡിഫൻസീവ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. സോ രണ്ടാളും മാസ്റ്റർ ക്ലാസ് പെർഫോമൻസ് ആണ് ഇന്നും പുറത്തെടുത്തിട്ടുള്ളത്. പിന്നെ മിഡിലുള്ള മറ്റൊരു പേരാണ് ഡാനി ഓൾമോ കംപ്ലീറ്റ്ലി നിരാശപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ചില മാച്ചിൽ ആൾ ഇത്തിരി ഫോം ഔട്ടാണ്, പക്ഷെ ലാസ്റ്റ് ലാപ്പിലേക്ക് എത്തുന്ന സമയത്ത് ആൾ ഫോം ആവേണ്ടതായിട്ടുണ്ട്. ഓൾമോ ഓൺ ആയി കഴിഞ്ഞാൽ ഓൾമോൻ്റെ അടുത്ത് നമുക്ക് സ്പെഷ്യൽ ഔട്ട്പുട്ട് കിട്ടും, അത് ഉറപ്പാണ്. അതാണ് ഓൾമോൻ്റെ സൈഡിൽ നിന്ന് വേണ്ടത്. അല്ലാതെ കുറേ ബാക്ക് പാസ് ചെയ്ത് കുറച്ച് ബോൾ മിസ് ചെയ്ത് കുറച്ച് ഷോട്ട് അടിക്കാൻ വേണ്ടി ശ്രമിച്ചു, അതല്ല. നമുക്കൊരു എന്താ പറയുക, ഒരു ഔട്ട് ഓഫ് ദി ബോക്സ് ക്രിയേറ്റിവിറ്റി ഓൾമോൻ്റെ സൈഡിൽ നിന്ന് വേണം. അതാണ് ലൈൻ ബ്രേക്കിംഗ് പാസസ് വേണം. അപ്പം അങ്ങനത്തെ സംഗതികളൊക്കെയാണ് നമുക്ക് വേണ്ടത്. അത് കിട്ടുമെന്നാണ്, സെക്കൻഡ് ലെഗിൽ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. പിന്നെ എഗെയിൻ ഇവിടെ ബെഞ്ചിൽ നിന്ന് ഗാവി വരുന്ന സിറ്റുവേഷൻ കൊണ്ട് പെഡ്രിക്ക് പകരം ഗാവി വന്നിട്ട് നല്ല രീതിക്ക് തന്നെ ഗാവി അവിടെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഒരു ഫോൾട്ടും പറ്റുന്നില്ല ഗാവിൻ്റെ സൈഡിൽ നിന്ന്. ആൻഡ് അഗെയിൻ ഫെർമി വരുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഫെർമിൻ്റെ അടുത്ത് നിന്ന് ഒരു ഗോൾ ഔട്ട്പുട്ടൊക്കെ കിട്ടണം. കാരണം ഫെർമി ഗോളൊക്കെ സ്കോർ ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള പ്ലെയറാണ്. ഫെർമി കുറേ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്ക് ആ ഒരു ഫോർത്ത് ഗോളൊന്നും അവിടെ നേടാൻ വേണ്ടി കഴിയുന്നില്ല എന്നുള്ളതാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ അറ്റാക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ ഫെറാനും റാഫിയും യമാലാണ് സ്റ്റാർട്ട് ചെയ്തത്. സംഭവം റാഫിൻ്റെ ഒരു വെടിക്കെട്ട് ഷോട്ട്, അത് ഫൈനലി സമ്മറിൻ്റെ ഓൺ ഗോളായിട്ട് മാറി. പിന്നെ ഒരു അസിസ്റ്റും ഉണ്ട്. പക്ഷേ ഈ ഓപ്പൺ പ്ലേയിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ ജെറാഡ് മാർട്ടിനാണല്ലോ കളിക്കുന്നത്. അപ്പോൾ ജെറാഡ് മാർട്ടിൻ കളിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ബാൾട്ടേൻ്റെ അടുത്ത് കിട്ടുന്ന 100-1 1000-1 പോലും റഫീഞ്ഞക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഓപ്പൺ പ്ലേയിലേക്ക് വരുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡ് വല്ലാണ്ട് പാരലൈസ് ആയി പോകണം റാഫിഞ്ഞൻ്റെ സൈഡിൽ നിന്ന്. റാഫിഞ്ഞക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. പല സമയത്തും ബോക്സിലേക്ക് ബോൾ കൃത്യമായിട്ട് റാഫിലേക്ക് എത്തുന്ന സമയത്ത് പലപ്പോഴും റാഫി ഇമ്പാക്റ്റ് കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ എന്താ പറയുക, മാച്ചിൽ എപ്പോഴും ലൈവായിട്ട് നിൽക്കാൻ ബാൾഡ് ഇല്ലാത്തതുകൊണ്ട് ചങ്ങായിക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ സെക്കൻഡ് ലെഗിലേക്ക് വരുന്ന സമയത്ത് ബാൾഡ് വരും എന്നുള്ളത് നമുക്ക് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. അതോടെ നമുക്ക് ചിലപ്പോൾ ഡംഫ്രീസിനെ കണ്ടെയ്ൻ ചെയ്യാൻ വേണ്ടി പറ്റിയേക്കും. ഡംഫ്രീസ് ആയിരുന്നല്ലോ ഇന്ന് ഇന്ററിൻ്റെ സൈഡിൽ നിന്നുള്ള സ്റ്റാർ പെർഫോമർ എന്ന് പറയുന്നത്. അവിടെ ബാൾഡ വരുന്നതോടെ നമുക്ക് ചിലപ്പോൾ ഡംഫ്രീസിനെ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റിയാലോ, അത് അടുത്ത ലെഗിലേക്ക് വരുന്ന സമയത്ത് ഹ്യൂജ് അഡ്വാൻറ്റേജ് ആയിരിക്കും. പിന്നെ അവരുടെ ലെഫ്റ്റ് സൈഡിനെ കുറിച്ച് നമുക്ക് പറയാം, അത് ഞാൻ ലാസ്റ്റ് പറയാം. ഓക്കെ, അപ്പം അതാണ്. അപ്പം റാഫി ഓണായി നിൽക്കണമെങ്കിൽ ഇവിടെ ആര് വേണം? ബാൾഡ വേണം. പിന്നെ ഫെറാന് കുറച്ചുകൂടെ ക്ലിനിക്കലാവണം. കാരണം ഫെറാൻ ഈ ഒരു മാച്ചിൽ 2 ഗോളൊക്കെ അടിക്കായിരുന്നു, അത് അടിക്കണമായിരുന്നു. പിന്നെ ആളൊരു ഗോൾ അടിച്ചു, അത് പ്രോപ്പർ സ്ട്രൈക്കർ ക്വാളിറ്റി തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു ഗോളായിരുന്നു. അപ്രിസിയേഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ഗോഡ് മോഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഒരു 17 വയസ്സുകാരൻ വന്നിട്ട് ഇറ്റലിയിലെ പേരുകേട്ട ഡിഫൻസ്, നിലവിലെ വേൾഡിലെ ബെസ്റ്റ് ഡിഫൻസിനെ തകർത്ത് പണ്ടാറടയ്ക്കുന്നൊക്കെ പറഞ്ഞാൽ മതിയല്ലോ. ഗ്രേറ്റ് പെർഫോമൻസ്.
അത് തന്നെ നമ്മൾ എടുത്തു പറയേണ്ടത്, ആള് ഡിമാർക്കോനെ കുക്ക് ചെയ്ത് കളയുന്നുണ്ട്, ഡിമാർക്കോനെ ഇല്ലാണ്ടാക്കി കളയുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് റൂഡ് ഗുള്ളിറ്റാന്ന് തോന്നുന്നു ഒരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഡിമാർക്കോ മോശമായതല്ല, അത് യമാലാണ്. യമാൽ അത്രയും ഗ്രേറ്റ് ആണ്. അതാണ് ആള് പറയുന്നത്. യമാലിൻ്റെ ഒരു പെർഫോമൻസ് ഉണ്ടല്ലോ, എൻ്റെ അമ്മ. ആളടിച്ച ആ ഗോൾ അടിച്ചതിന് ശേഷം ഉടനെ തന്നെ ആള് ബോളെടുത്ത് എഗെയിൻ അതേപോലെ ബോക്സിൻ്റെ ഉള്ളിൽ കയറി ഡിമാർക്കോനൊക്കെ എഗെയിൻ അവിടെ വീഴ്ത്തിയിട്ട് ഒരു ഷോട്ട് അടിക്കുന്നുണ്ട്, ക്രോസ് ബാർ തട്ടി പോവാണ്. പിന്നെ ആള് ഒരു കേർവിങ് സാധനം, എനിക്കൊന്ന് സെക്കൻഡ് ഹാഫിൽ ആ ബോൾ നമുക്ക് മനസ്സിലായില്ല ഇത് പുറത്തേക്ക് പോവാണോ, അത് ഇനി റാഫിഞ്ഞിന്റെ തലയിലേക്ക് വരും, ഇങ്ങോട്ട് പോകുന്നു മനസ്സിലായില്ല. ഫൈനലി ആ ബോൾ കറങ്ങി വന്ന് ബാർ തട്ടി, ക്രോസ് ബാർ തട്ടി. സോ ഗ്രേറ്റ് പെർഫോമൻസ് ആണ്. അപ്പോൾ ഇന്നലത്തെ മാച്ചിൽ ഇപ്പം മാൻ ഓഫ് ദ മാച്ച് അവാർഡ് നമ്മുടെ ഡംഫ്രീസിന് കിട്ടിയെങ്കിൽ പോലും നമ്മുടെ യമാലും ഈക്വലി ഡിസേർവിങ് ആയിട്ടാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബാസ്റ്റോണും യമാലിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് പറയുന്നുണ്ട്, ഗ്രേറ്റ് പെർഫോമൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, എക്സെപ്ഷണൽ ടാലൻ്റ് ആണെന്നൊക്കെ അവരും പറഞ്ഞിട്ടുണ്ട്. നല്ല പ്രൈസ് ആൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. സോ അതാണ് നമ്മുടെ പ്ലെയേഴ്സിൻ്റെ പെർഫോമൻസിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ടോട്ടലി പറയാനുള്ളത്. അപ്പോൾ അറിയാമല്ലോ, നമുക്ക് ഫൈനൽ തേർഡിൽ അത്ര അവൈലബിലിറ്റി ഒന്നുമില്ല, നമുക്ക് ലെവൻഡോസ്കി അവൈലബിൾ അല്ല. പിന്നെ നമുക്ക് ഫൈനൽ തേർഡിൽ കുറേ വിന്നേഴ്സ് ഒന്നുമില്ല, അതിൻ്റേതായിട്ടുള്ള പരാധീനതകൾ നമുക്ക് എപ്പോഴും ഉണ്ട്. അതാണ്. അപ്പം നമുക്ക് നെക്സ്റ്റ് ലെഗിൽ ലെവൻഡോസ്കി വന്നു കഴിഞ്ഞാൽ, ബാൾഡേ എന്തായാലും വരും, ലെവൻഡോസ്കി വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ കാര്യങ്ങൾ പരിഹരിക്കപ്പെടും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോ ഫോം ആവേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ റൈറ്റ് സൈഡിൽ കൂണ്ട ഇല്ലെങ്കിൽ, കൂണ്ട നമ്മൾ പ്രതീക്ഷിക്കേണ്ടെന്ന് ഞാൻ പറയുള്ളൂ. ഉണ്ടെങ്കിൽ നമുക്കൊരു ബോണസ് ആയി എടുക്കാം, നമ്മൾ പ്രതീക്ഷിച്ചിട്ട് ഞാളില്ലാത്ത ഒരവസ്ഥ വരണ്ട. അവിടെ മിക്കവാറും റിക്കൻ ആയിരിക്കും. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ഈ ബാൾഡേയും ലെവൻഡോസ്കിയും വന്നാൽ തന്നെ, ഈ ബാൾഡേ ലെവൻഡോസ്കി പോലത്തെ ഫിഗേഴ്സ് ഇന്നത്തെ മാച്ചിൽ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ചിലപ്പോൾ 1-2 ഗോളൊക്കെ അധികം അടിച്ചേനെ. ഇനിയിപ്പം സാൻസിറോയിലേക്ക് പോകുന്ന സമയത്ത്, സാൻസിറോയിലാണ് സെക്കൻഡ് ലെഗ് നടക്കാൻ വേണ്ടി പോകുന്നത്, ഇന്ററിന്റെ ഹോമിൽ പോയിട്ട് അടിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിക്കാനൊക്കെ പറ്റും, പറ്റാത്ത കേസൊന്നുമല്ല. പക്ഷേ ഇന്റർ ആണ്, അവർ ആ ഒരു അവർ ആ സ്വരൂപം പൂണ്ട് കഴിഞ്ഞാൽ ഡിഫീറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. ചിലപ്പോൾ അവരൊരു ഗോൾ അടിക്കും, എന്നിട്ട് അവർ മറ്റേ എന്താ പറയുക അൾട്ടിമേറ്റ് ഡിഫെൻസീവ് സ്ട്രാറ്റജി ഇറക്കും. അപ്പം ചിലപ്പോൾ നമുക്ക് മറുപടി ഉണ്ടാവില്ല. അപ്പം അതാണ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്ലെയേഴ്സിന് പ്രോപ്പറായിട്ട് റെസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. വല്ലഡോർഡിനായിട്ടുള്ള മാച്ചിൽ പെഡ്രിക്കും യമാലിനും എങ്ങനെയും റെസ്റ്റ് കൊടുക്കുക, അല്ലാതെ വേറെ രക്ഷ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വേണമെങ്കിൽ ടെക്കിനെ റെസ്റ്റ് കൊടുത്തു, എന്നിട്ട് അവിടെ സ്റ്റീഗനെ സ്റ്റാർട്ട് ചെയ്തോട്ടെ, കുഴപ്പമില്ല. അപ്പം അങ്ങനെ അല്ല, ലാലിഗ മാച്ചിൽ എങ്ങനെയായാലും റെസ്റ്റ് കൊടുക്കണം, അല്ലെങ്കിൽ ഇന്റർനായിട്ടുള്ള മാച്ച് കൈവിട്ട് പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ അടുത്ത മാച്ചിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ എന്താ പറയുക, ഡിമാർക്കോ എപ്പോഴും ഭയങ്കര ത്രെറ്റായിട്ട് നിൽക്കുന്നതാണ്. പക്ഷെ യമാൽ ഇതേ ലെവലിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ, പിന്നെ റൈറ്റ് സൈഡിൽ ഇപ്പോൾ റൈറ്റിൽ കളിച്ചല്ലോ എറിക്ക്, അപ്പം റൈറ്റിൽ ഒന്നുകൂടെ അഡാപ്റ്റ് ആയിട്ട് നെക്സ്റ്റ് മാച്ചിൽ ഒന്നുകൂടെ എറിക്ക് സെറ്റായി വരികയാണെങ്കിൽ, എറിക്കിൻ്റെ അടുത്ത് ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻ്റെ ഒപ്പം ഒഫൻസീവ് കോൺട്രിബ്യൂഷൻ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡിമാർക്കോൻ്റെ സൈഡിനെ വല്ലാണ്ട് സൈലൻ്റാക്കി നിർത്താൻ വേണ്ടി പറ്റും. പ്ലസ് ബാൾഡേ വരുന്നതോടെ അത്യാവശ്യം നമുക്ക് ഡംഫ്രീസിനെ സൈലൻ്റാക്കി നിർത്താൻ വേണ്ടി പറ്റും. അതാണ് ഈ 2 ആൾക്കാരെ തടഞ്ഞു നിർത്തുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്. പിന്നെ മിഡ്ഫീൽഡ് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തു, ബരല്ലയും ചലനാലും, ഇനിയിപ്പോൾ അവിടെ ഫ്രിട്ടേസി ആണെങ്കിലും ഇനിയിപ്പോൾ മെക്കത്രയൻ ആണെങ്കിലും ആര് വന്നാലും നമുക്ക് ഔട്ട്സ്മാർട്ട് ചെയ്യാൻ പറ്റും, നമ്മൾ പ്രൂവ് ചെയ്തു. പിന്നെ ആ ഒരു വിങ് ബാക്സ്, അവരാണ് സെക്കൻഡ് ലെഗിലേക്ക് വരുന്ന സമയത്ത് കാര്യമായിട്ട് പണിയെടുക്കേണ്ടത്, എല്ലാം കട്ട് ചെയ്ത് കളയേണ്ടത്. മിഡ്ഫീൽഡേഴ്സ് എഗെയിൻ ഷൈൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ആൻഡ് സ്ട്രൈക്കേഴ്സ് ഗോൾ സ്കോർ ചെയ്യാന്നുള്ളതും അത്യാവശ്യമാണ്. റഫീഞ്ഞൊക്കെ സ്കോർ ചെയ്യണം. റഫീഞ്ഞ എനിക്ക് തോന്നുന്നു ബാൾഡേ വരുന്നതോടെ സെക്കൻഡ് ലെഗിലേക്ക് വരുന്ന സമയത്ത് ആളുടെ കുറെ കൂടി ഇൻവോൾവ്മെന്റ് നമുക്ക് ഗെയിമിൽ കാണാൻ വേണ്ടി പറ്റുമെന്ന് വിചാരിക്കുന്നു. അതുവഴി നമുക്കൊരു ഗോൾ വരാനുള്ള സാധ്യതയുണ്ട്. എനിവേ സെക്കൻഡ് ലെഗ് ടഫ് മാച്ച് ആയിരിക്കും. കീപ് കാം, നല്ല റിസൾട്ട് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഇന്ററിന്റെ പെർഫോമൻസിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ അവർ അത്ര സുഖമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം ഡിമാർക്കോനെ സബ് ചെയ്യേണ്ടി വന്നു. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡംഫ്രീസിന്റെ പെർഫോമൻസ് ഒരു രക്ഷയില്ല, തീപ്പൊരു പെർഫോമൻസ് ആയിരുന്നു ഡംഫ്രീസ്. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നെ മാർക്കസ് തുറാം അത്യാവശ്യം കൊള്ളായിരുന്നു, കിഡിലൻ ഗോൾ അടിച്ചു, നല്ല മൂവ്മെന്റ്സ് ആളെ സൈഡിൽ നിന്ന് കണ്ടിട്ടുണ്ട്. ബരല്ല പല സമയത്തും കൊള്ളായിരുന്നു. പിന്നെ മിഡ്ഫീൽഡ് ബാക്കിയുള്ളവരൊക്കെ മോശമായിരുന്നു. ബരല്ല അത്ര ടോപ്പാന്നല്ല പറയുന്നത്, പക്ഷെ ഉള്ളതിൽ മെച്ചം
എന്ന് പറയും. പിന്നെ ബാസ്റ്റോണിൻ്റെ അടുത്തൊക്കെ നോക്കുകയാണെങ്കിൽ ഡിസാസ്റ്റർ ക്ലാസ് ആയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. സൊമ്മർ അടിപൊളി പെർഫോമൻസ് നടത്തുന്നുണ്ട്, നല്ല സേവുകൾ സൊമ്മർ നടത്തിയിട്ടുണ്ട്. എസ്പെഷ്യലി റാഫി ലാസ്റ്റ് ഒരു ഷോട്ട് അടിക്കുന്നുണ്ട് ബോക്സിന് പുറത്തുനിന്ന്, ഗോളായ പോലത്തെ ഒരു ഷോട്ട് തന്നെയാണ് അടിക്കുന്നത്. അത് സമ്മർ തൻ്റെ ആ ഒരു ഫിംഗർ ടിപ്പ് കൊണ്ട് സേവ് ചെയ്ത് വിടുന്നുണ്ട്. സോ സൊമ്മർ നല്ല രീതിക്ക് പെർഫോം ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ കാര്യങ്ങളൊക്കെ ഇന്ന് നൈസായിട്ട് ഇൻസാഗിൻ്റെ കയ്യിൽ നിന്ന് വിട്ടു പോയതാണ്. പക്ഷേ ഒന്നും നമ്മൾ ക്ലിനിക്കലായില്ല. പിന്നെ ചില സമയത്തൊക്കെ സൊമ്മർ അവരെ രക്ഷിച്ചു എന്നുള്ളതാണ്. സോ സെക്കൻഡ് ലെഗിലേക്ക് വരുന്ന സമയത്ത് കാണാം എന്താവും എങ്ങനെയാവും എന്ന്. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയാനുള്ളത്. നിങ്ങളുടെ ഒപ്പീനിയൻസ് കാര്യങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ പറയാം. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. താങ്ക് യു.